ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. നമ്മുടെ തീരുമാനങ്ങൾ വളരെ ദൈവമക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ എടുക്കണം. നാം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നാം അറിയുന്നതിനും അപ്പുറമായ ഫലങ്ങളുണ്ട്, ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട്, റിപ്പിൾ എഫക്റ്റ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളായി നമ്മൾ വളരെ സൂക്ഷിച്ച് പ്രാർത്ഥനയോട് ദൈവത്തോട് ആലോചന ചോദിച്ച് ഏത് തീരുമാനവും എടുക്കാവൂ. അതാണ് ദൂതിൻ്റെ ടൈറ്റിൽ. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ന്യായമായ കാരണങ്ങൾ കാണാൻ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതികരണങ്ങൾ നമുക്ക് ഉണ്ടാകാം. പക്ഷെ ഒരു ദൈവത്തിൻ്റെ പൈതൽ വളരെ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുക്കാവൂ. അതിൻ്റെ ഫലം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിനപ്പുറം ആയിരിക്കാം. അതായത് ഒരു തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പം അല്പമായിരിക്കാം. മേ ബി സംടൈംസ് ഓൺലി ലിറ്റിൽ ഇമ്പാക്റ്റ്, ബട്ട് സംടൈംസ് ഇറ്റ് ക്യാൻ ബി എ ഹ്യൂജ് ഇമ്പാക്റ്റ്. ചിലപ്പം ചെറിയ അനന്തരഫലമേ ഉള്ളൂ, നമുക്ക് മാനേജബിളായിരിക്കാം, മാനേജ് ചെയ്യാൻ പറ്റുന്ന അതായിരിക്കാം. ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാനേ കഴിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ആ തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ് ഇമ്മീഡിയറ്റ് ആയിരിക്കും, അപ്പം കാണാം. ചിലപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ആ തീരുമാനത്തിൻ്റെ ഫലം കണ്ടെന്ന് വരത്തില്ല, നമ്മൾ ഓക്കെ ആയിട്ട് അങ്ങ് പോകും. പക്ഷേ ലോങ്ങർ ടൈമിൽ, ഒരു ലേറ്റർ പീരീഡിലാണ് മനസ്സിലാക്കുന്നത് ആ തീരുമാനത്തിൻ്റെ ഫലമാണെന്ന്. ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം ചിലപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ അതിനെ പറയൂ, നമുക്ക് വിസിബിളായിട്ടുള്ള ദൃശ്യമായ ഇമ്പാക്റ്റ്, ദൃശ്യമായ ഒരു ഫലം ഉടനെ ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ, നമുക്ക് ഇത് ഭയങ്കര ഡാമേജാണല്ലോ വരുത്തിയത്. പെയിൻഫുൾ ഡാമേജ് ആയിരിക്കും, ഭയാനകമായ വേദനാജനകമായ ഡാമേജ്. കർത്താവിന് സ്തോത്രം. ചില സമയത്ത് നമുക്ക് പറയും ഇറിപ്പയറബിൾ എഫക്റ്റ്, നമുക്കൊരിക്കലും റിപ്പയർ ചെയ്യാൻ കഴിയാത്ത ഒരു ഫലം ഉണ്ടാകാം. അതുകൊണ്ട് കർത്താവിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ മക്കളുടെ ബന്ധത്തിൽ നമ്മുടെ തീരുമാനങ്ങളെല്ലാം സൂക്ഷ്മതയോടെയും പ്രാർത്ഥനയോടെയും ദൈവാലോചനയോടും മാത്രമേ എടുക്കാവൂ, ഏത് വിഷയമായിരുന്നാലും. കർത്താവിന് സ്തോത്രം. ഇപ്പം നമ്മൾ ആസ് ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധം, പേഴ്സണൽ ലൈഫിലെ വിഷയങ്ങൾ, ഫാമിലി വിഷയങ്ങൾ, ഈവൻ ചർച്ചിലെ വിഷയങ്ങൾ പോലും വി ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ ടേക്കിംഗ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും, ഞാനെപ്പോഴും പറയാറുണ്ട് കർത്താവിന് സ്തോത്രം, പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്നറിയാമോ, വി ലിവ് ഇൻ എൻ ഇൻസ്റ്റൻറ്റ് കൾച്ചർ വേൾഡിലാണ്. നമുക്ക് എല്ലാം പെട്ടെന്ന് വേണമെന്നുള്ള ഒരു ലോകത്തിലാണ്, അല്ലേ? എല്ലാം പെട്ടെന്ന് വേണം. 3 in 1. ഈ കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞു, ഞാനിപ്പം 3 in 1 ഇല്ലേ 3 in 1 കോഫിയാണ് കുടിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് 3 in 1 ആണ്, ട്രിനിറ്റി. ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് 3 in 1 അല്ല, 1 in 3. അതാണ് പ്രശ്നം. നമ്മുടെ കർത്താവ് 3 in 1 അല്ല, 1 in 3 ആണ്. അത് കർത്താവിന് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് സ്തോത്രം, നമ്മുടെ ഇൻസ്റ്റൻറ്റ് കൾച്ചർ ആകുന്ന നമ്മുടെ പ്രശ്നം എന്നറിയാം. നമുക്ക് എല്ലാം പെട്ടെന്ന് വേണ്ടിയുണ്ട്. നമ്മുടെ തീരുമാനങ്ങളും ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം. കാരണം നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചെന്നിരിക്കാം. കർത്താവിന് സ്തോത്രം. നമുക്ക് ആ പേസ് തന്നെ, നമുക്ക് പലപ്പോഴും നമുക്കാർക്കും നിൽക്കുവാൻ സമയമില്ല. കർത്താവിന് അത്ര വേഗത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പണ്ട് കാളവണ്ടി ഇഴയുന്ന വേഗത്തിലായിരുന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്ന, നമ്മളിപ്പം എന്ത് ചെയ്യുന്നറിയാമോ, എന്തുവാ സൂപ്പർ സോണിക്കോ അതിനപ്പുറമായിട്ടുള്ള എന്തോ. അപ്പോൾ അത് രീതിയിൽ നമ്മൾ പോകുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പോസ് ചെയ്യാൻ സമയമില്ല, ഒന്ന് നിൽക്കുക സമയമില്ല, പോണ്ടർ ചെയ്യാൻ സമയമില്ല, ഒന്ന് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്കൊന്ന് നിന്നൊന്ന് ധ്യാനിച്ച് ഒന്ന് ചിന്തിക്കുവാൻ പലപ്പോഴും നമ്മൾ സമയം എടുക്കാറില്ല. ഈ പേസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ ഓടി വരുന്ന അതേ ഓട്ടം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഓടുന്ന അതേ ഓട്ടത്തിൽ നിന്ന് എല്ലാ ഡിസിഷനും എടുക്കാൻ കഴിയത്തില്ല. ഒരു യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ധ്യാനിക്കേണ്ടടുത്ത് ധ്യാനിക്കണം, ചിന്തിക്കേണ്ടടുത്ത് ചിന്തിക്കണം, നോക്കേണ്ടടുത്ത് നോക്കണം. ദൂരവ്യാപകമായ ഫലങ്ങൾ എൻ്റെ തീരുമാനങ്ങൾക്കുണ്ടോ ആകുമോ എന്ന് നാം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാവൂ. കർത്താവിന് സ്തോത്രം. ബൈബിളിൽ ഒരുപാട് എക്സാമ്പിൾസ് കാണുവാൻ കഴിയും. അങ്ങനെയുള്ള ഒത്തിരി എക്സാമ്പിൾസ് അവ തന്നിരിക്കും. നമുക്ക് വാണിംഗ് ആയിട്ടാണ്, നമുക്ക് മുന്നറിയിപ്പാണ്. നമ്മൾ സൂക്ഷ്മതയോടെ തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ കർത്താവിന് സ്തോത്രം, നമുക്ക് അതിൻ്റെ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള വാണിങ്സ് ആയിട്ടാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് പോൽക്കാലം വേഗത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്നും 1 ശമൂവേൽ 8 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുമാണ് ചില കാര്യങ്ങൾ. അതിനപ്പുറമായിട്ടുണ്ടെങ്കിലും കർത്താവിന് സ്തോത്രം, ഞാൻ അതിൽ നിന്നുമാണ് ചില ചിന്തകൾ സ്തോത്രം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. 1 Samuel chapters
8-13 from the life of the people of Israel. കർത്താവിന് സ്തോത്രം. See, when you come to 8th chapter, 8ാം അധ്യായം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂഷ്യൽ ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണത്. കർത്താവിന് സ്തോത്രം. എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസിഷൻ ചാപ്റ്ററാണ്. ഒരു ഭയങ്കര മാറ്റം സംഭവിക്കുകയാണ്, ഒരു ഭയങ്കര ചേഞ്ച് സംഭവിക്കുകയാണ് 8ാം അധ്യായം. ഞാൻ വിശ്വസിക്കുക 8ാം അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ ഒരു ചാപ്റ്ററാണ്. കർത്താവിന് സ്തോത്രം. അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യായാധിപന്മാരുടെ ഭരണം മാറി കർത്താവ് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് ഇസ്രായേൽ മാറുന്ന ഒരു രംഗം. കർത്താവിന് സ്തോത്രം. അവിടെ തിയോക്രാറ്റിക് എറയിൽ നിന്നും ദൈവത്തിൻ്റെ രാജ്യത്വത്തിൽ നിന്നും ദൈവാധിപത്യത്തിൽ നിന്നും സ്തോത്രം ഒരു ഡെമോക്രാറ്റിക് എറയിലേക്കും ഒരു മൊണാർക്കിക് എറയിലേക്കും ഒരു രാജഭരണത്തിലേക്കും ഒരു ജനാധിപത്യ സംസ്കാരത്തിലേക്കും ഇസ്രായേൽ മക്കൾ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഡെമോക്രാറ്റിക് വോയിസ് തിയോക്രാറ്റിക് വോയിസിനെക്കാട്ടിലും മുൻഗണന കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. അതായത് ദൈവിക ശബ്ദത്തെക്കാൾ, ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ ജനാധിപത്യ ശബ്ദത്തിന് ഹല്ലേലൂയ വോളിയം കൂടുന്ന, വോയിസ് കൂടുന്ന ഒരു ഇതിലേക്ക് വരുന്നു. ഡെമോക്രാറ്റിക് പ്രഷർ, ജനാധിപത്യ സമ്മർദ്ദം ആത്മീയ നേതാക്കന്മാരിൽ അധികമായിട്ട് ഹല്ലേലൂയ കൂടുന്നൊരു സമയത്തിലേക്ക്, സ്പിരിച്വൽ ലീഡർഷിപ്പിൻ്റെ മേൽ ഡെമോക്രാറ്റിക് പ്രഷർ വരുന്നൊരു സമയം. ആ ഒരു ചാപ്റ്ററാണ് 8th ചാപ്റ്റർ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീട്ടിൽ ചെന്ന് വായിക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ആത്മീയഗോളത്തിൻ്റെ പരാജയം, ഇന്നത്തെ സഭകളുടെ പരാജയം ഇത് തന്നെയാണ്. ദൈവാധിപത്യം ഹല്ലേലൂയ ജനാധിപത്യത്തിന് വഴിമാറുന്നു, ദൈവാധിപത്യം ഏകാധിപത്യത്തിന് വഴിമാറുന്നു. ഹല്ലേലൂയ. ദൈവ ശബ്ദത്തെക്കാൾ ജനാധിപത്യ ശബ്ദത്തിന് ജനം പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നത്തെ സഭകളുടെ പരാജയമായി മാറുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം, അതിൽ നിന്നും അങ്ങനെ എനിക്ക് സഭയുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല, ഞാൻ വ്യക്തിപരമായി നമ്മളോടുള്ള ഒരു ബന്ധത്തിലുള്ള ദൂതിലേക്കാണ് വരുന്നത്. പക്ഷേ നിങ്ങളെ കോണ്ടക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കുവാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. അതാണ് ആ ചാപ്റ്ററിൽ സംഭവിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്താണ് സംഭവിച്ചത്? ജനാധിപത്യ വോയിസിനും ദൈവ ശബ്ദത്തേക്കാൾ പ്രാധാന്യം വന്നപ്പോൾ സംഭവിച്ചതല്ല നമുക്കറിയാം. അതിനു മുമ്പായിട്ട് ദൈവം രാജാവായി വന്നാൽ തിയോക്രാറ്റിക് പ്രിവിലേജസ് എന്താണ്? ദൈവം ആധിപത്യം നടത്തിയാൽ, ദൈവം ഒരു രാജ്യത്തെ ഭരിച്ചാൽ, ദൈവം ഒരു സഭയെ ഭരിച്ചാൽ, ദൈവം ഒരു കുടുംബത്തെ ഭരിച്ചാൽ, ദൈവം ഒരു വ്യക്തിയെ ഭരിച്ചാൽ, ആ ദൈവ ഭരണത്തിന് കീഴിൽ ഒരു വ്യക്തിയും ഒരു കുടുംബവും ഒരു സഭയും ഒരു സമൂഹവും വന്നാൽ അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് കാലഘട്ടമാണ്. കർത്താവിന് സ്തോത്രം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ മാത്രം ഈ ഒരു 3 യുണീക്ക് പ്രിവിലേജ് അവിടെ നിന്ന് മാത്രം പറയും. 3 മാത്രമല്ല, ഒരുപാട് പ്രിവിലേജസ് കാണാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് 3 കാര്യങ്ങൾ. അത് മാത്രം ഞാൻ ഊന്നൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഈ തിയോക്രാറ്റിക് പ്രിവിലേജസിൻ്റെ പ്രിവിലേജസ് എന്തൊക്കെയാണ്? എന്താണ് ദൈവാധിപത്യത്തിൻ്റെ, ദൈവ രാജ്യം നടത്തിയാൽ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പ്ലാൻ ഇസ്രായേലിനെ കുറിച്ച് അങ്ങനെയായിരുന്നു. See, it was God's plan that he would reign over Israel. ഇസ്രായേൽ മക്കളുടെ മേൽ ദൈവാധിപത്യം എപ്പോഴും വരണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. കർത്താവിന് സ്തോത്രം. ഒന്നാമത്തെ പ്രിവിലേജ്, കർത്താവിന് സ്തോത്രം. ഒന്ന്, ഇത് ഞാൻ സമയ ചുരുക്കത്തിൽ വേഗത്തിൽ കുറച്ച് പറഞ്ഞു പോകാം. അത്യാവശ്യമുള്ള വാക്യം മാത്രം വായിക്കുന്നു. ഒന്നാമത്തെ പ്രിവിലേജ് ഇതാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്. See, God decided that Israel should be a unique nation. ദൈവത്തിന് ഇഷ്ടം ഇങ്ങനെയായിരുന്നു, ഇസ്രായേൽ ഒരു നിസ്തുല്യ രാജ്യം എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു രാഷ്ട്രം. അതെങ്ങനെ? ദൈവത്തിൻ്റെ സ്വന്തം ജനമായി. See, that was God's plan. God wanted people of Israel to be his own people. തൻ്റെ സ്വന്തം ജനം. കർത്താവിന് സ്വന്തം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തം കുഞ്ഞു കരഞ്ഞാൽ അത് പ്രത്യേകതയാണ്. ബാക്കി കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ആരാണെന്ന് നോക്കില്ലേ? ഞാൻ ഇവിടുന്ന് ആയാലും നിങ്ങളെ ഏതെങ്കിലും കുഞ്ഞ് കരയുവാണെങ്കിൽ കണ്ടുണ്ടോ? മിക്കവാറും ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കും. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാറുണ്ടോ? ഇറങ്ങത്തില്ല. പക്ഷെ എൻ്റെ കുഞ്ഞായിരുന്നാലും ഒരു പക്ഷേ ആർക്കറിയാം, ഇറങ്ങുമായിരുന്നു. അതാണ് ദൈവം പറയുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ഇസ്രായേൽ മക്കൾ തൻ്റെ സ്വന്തം ജനം, ദൈവത്തിൻ്റെ
ഉടമസ്ഥതയിലുള്ള ദൈവത്തിൻ്റെ സ്വന്തം അവകാശം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. കർത്താവിന് അതുകൊണ്ട് അതിന് കർത്താവിന് മുമ്പേ രാവിലെ സഞ്ജയ് ബ്രദറിൻ്റെ മെസ്സേജ് കേട്ടതുപോലെ നമ്മൾ കേട്ടല്ലോ, ദൈവം പറയുകയാണ് നിങ്ങൾ വലുതായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി. അവിടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ പ്രീതി എന്നാണ് അതിൻ്റെ. പ്രീതി എന്ന് ഇവിടെ ഒത്തിരി പേർക്ക് പേരുണ്ടല്ലോ. പ്രീതി ദൈവത്തിൻ്റെ ഫേവർ. കർത്താവ് പറയണേ എനിക്ക് നിങ്ങളോട് പ്രീതി തോന്നിയെന്ന. ആ നല്ല ബ്യൂട്ടിഫുൾ മലയാളം വാക്കാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ലല്ലോ. ദൈവം പറയണേ എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടം തോന്നി, അതുകൊണ്ട് എൻ്റെ സ്വന്തമായി കർത്താവ് തിരഞ്ഞെടുത്തു എന്ന്. രാവിലെ നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കേട്ടത്. നമ്മുടെ ആരുടെയും യാതൊരു മഹത്വവും യാതൊരു ക്വാളിറ്റിയും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഡിസ്ക്വാളിറ്റിയും നോക്കിയില്ല, ക്വാളിറ്റിയും നോക്കിയില്ല. അല്ലെ കർത്താവ് നമ്മുടെ എന്താ പറയുക ഗുണമില്ലായ്മയും നോക്കിയില്ല, ഗുണമേന്മയും നോക്കിയില്ല. രണ്ടും നോക്കാതെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. കർത്താവിൻ്റെ സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ട് കർത്താവിൻ്റെ സ്വന്തം ജനമായി. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രാജ്യമായി, വ്യത്യസ്ത ഗ്രൂപ്പായിട്ട് മറ്റുള്ള വ്യത്യസ്തരായിരിക്കണം. അതൊരു പ്രൈവറ്റ് ആൻഡ് സ്പെഷ്യൽ പ്രിവിലേജ് ആയിരുന്നു. നിങ്ങൾ ഓർത്ത്, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവത്തിൻ്റെ സ്വന്തം ദേശം. കർത്താവ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന മലയാളികളാണല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മലയാളമേ അല്ല കേരളത്തിൻ്റെ നാട് കേട്ടോ. അതൊക്കെ ചുമ്മാ ആരാണ്ട് പറഞ്ഞതാണ്. വേറെ ഏതോ നിങ്ങളുടെ ദൈവത്തിൻ്റെയാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന നാടല്ല കേരളം. നമ്മൾ പറയും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാം, അത് വേറെ ദൈവങ്ങളുടെയാണ്. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്ന സ്വന്തം നാടെന്നും അതല്ല. കർത്താവിൻ്റെ സ്വന്തം നാട് മകളില്ല, കർത്താവിൻ്റെ നാടുമല്ല, കർത്താവിൻ്റെ നാട്ടുകാർ. നമ്മളെ മലയാളികൾ വിചാരിക്കുന്നത് നമ്മളോട് ഏതാണ് പ്രത്യേക ഫേവർ. ഇല്ല, കർത്താവ് എൻ്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞ ഒരു നേഷൻ എന്ന് പറയുന്നത് ഇസ്രായേൽ മാത്രമാണ്. നിങ്ങൾ നോക്കണം, അവരെ കർത്താവ് തിരഞ്ഞെടുത്ത് ഇസ്രായേലായിട്ട് ഇസ്രായേൽ പ്രത്യേകമായി അവരെ കർത്താവ് തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ ജനമായിട്ട് കർത്താവ് അവരെ കൊണ്ടുവന്നു. കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഭരണം അവരിൽ നടക്കുക എന്നുള്ളത്. എന്നാൽ അവർക്കതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ മഹത്വമൊന്നും മനസ്സിലാക്കിയില്ല, അതിൻ്റെ മനോഹാരിതയും മനസ്സിലായില്ല, അതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് അത് അവരെന്ത് ചെയ്യുന്നത് കാഷ്വലായിട്ട് എടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഒരു പ്രൈവറ്റ് പ്രിവിലേജാണ്. കർത്താവ് എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കുക, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ അതിലുപരിയായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഹല്ലേലൂയ കർത്താവ് രക്തത്തിൻ്റെ വിലയായി സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി പൗലോസ് പറയുന്ന രക്തത്തിൻ്റെ സമ്പാദ്യമാണെന്ന്. സഹോദരങ്ങളെ, നീയും ഞാനും യേശുവിൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമാണ്. അവൻ്റെ അസറ്റാണ്. അവൻ്റെ അസറ്റായി അവൻ തിരഞ്ഞെടുത്ത ജനത്തിന് ഒരു പ്രത്യേക പദവിയാണ്. ആ പ്രത്യേക പ്രിവിലേജാണത്. കർത്താവിന് സ്തോത്രം. ആ പദവിയിലേക്ക് കർത്താവ് തന്നല്ലോ നമ്മളെ. അതൊരു ഓണേഡ് പൊസിഷനാണ് എന്ന് കർത്താവ് സ്തോത്രം. ഇവർക്ക് നമുക്ക് പലപ്പോഴും മനസ്സിലാകത്തില്ല. ആ കാഷ്വലായിട്ട് എടുത്ത പൊസിഷൻ. ദൈവം തന്നിരിക്കുന്ന ഈ പദവിയെ നമ്മൾ തുച്ഛീകരിക്കരുത്. നീയും ഞാനും വില കൊടുത്തു എന്ന് കരുതി ഇതിന് വില ഇല്ലെന്ന് വിചാരിക്കരുത്. സ്തോത്രം. ആ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് കരുതി ഇതിന് വിലയില്ലെന്ന് വിചാരിക്കരുത്. കർത്താവിൻ്റെ കരുണ. ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, ഞാൻ പലപ്പോഴും പറയാറുണ്ടാണ്. റിപ്പറ്റീഷന് സോറി ഫോർ ദാറ്റ്. കർത്താവിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ദൈവത്തെ നന്ദി കരേറ്റാറുണ്ട്. കർത്താവേ, ഞാൻ വില കൊടുത്തില്ല നിന്നെ അറിയുവാൻ, പക്ഷേ നീ എന്നോട് കരുണ കാട്ടിയത്. ഒരുപക്ഷെ ഞാൻ വേറൊരു വീട്ടിലാണ് ജനിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കർത്താവിനെ അറിയാം, ഞാൻ ഒരുപക്ഷെ നിന്നെ അറിയത്തില്ല എന്ന്. അതുകൊണ്ടാണ് കർത്താവേ, വില കൊടുത്ത നിന്നെ അറിഞ്ഞ ഒരു വീട്ടിൽ എന്നെ ജനിക്കുവാൻ, ഞാൻ ജനിക്കുവാൻ നീ കരുണ കാട്ടിയനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും, കാരണം നിങ്ങളും എനിക്കും വില കൊടുക്കാൻ മനസ്സില്ലാത്തവരാണെന്ന് കർത്താവിനെ അറിയാം. ഹല്ലേലൂയ. നമ്മളൊക്കെ കർത്താവിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ഇന്നലെ നമ്മൾ ജിമ്മിലിയട്ടിനെ കുറിച്ചൊക്കെ കേട്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഇന്നലെയും ആ സ്തോത്രം സ്റ്റോറി എപ്പം വായിക്കും കേൾക്കുമ്പോൾ കരയാത്ത നിമിഷങ്ങളില്ല. ഇന്നലെയും ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു. അതിനുശേഷം വൈകിട്ടും ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞാനും ജോയിസും, എനിക്ക് ലിസ്സൊക്കെ ഞങ്ങളുണ്ടായിരുന്നു, ആ സ്റ്റോറിയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും പറഞ്ഞു. കർത്താവിന് സ്തോത്രം. ലിസ്സും സാമും ഞാനും ജോയിസും വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. കർത്താവിന് വേണ്ടി വില കൊടുത്തവർ. ഹല്ലേലൂയ. കർത്താവിന് നമ്മൾ വില കൊടുത്തില്ലെന്നറിയാം. അതുകൊണ്ട് കർത്താവ് വില കൊടുത്തവരുടെ വീട്ടിൽ ജനിപ്പാൻ കർത്താവ് അനുവദിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വിലയില്ലെന്ന് ഒരു ഓണേഡ് പൊസിഷനാണ് കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരൻ, കാഷ്വലായി എടുക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുമ്പോൾ, ദൈവത്തിന് വിശേഷപ്പെട്ട ജനമെന്ന് പറയുമ്പോൾ, അവൻ്റെ സ്വന്തം രക്തം കൊടുത്ത് അവൻ നമ്മളെ വീണ്ടെടുത്തെന്ന് പറയുമ്പോൾ, അതൊരു പക്ഷേ എൻ്റെ നിങ്ങളുടെ ഈ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ മഹത്വത്തെ തുച്ഛീകരിക്കും
തുച്ഛീകരിക്കരുത്. അല്ലെ, അതിൻ്റെ മഹത്വം ഇപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. നാം നിത്യതയിൽ എത്തുമ്പോൾ മാത്രമേ അതിൻ്റെ മഹത്വം അറിയത്തുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സ്വന്തം ജനം, സ്വന്തം മകൻ എന്നതിൻ്റെ അർത്ഥം അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെ തുച്ഛീകരിക്കാണിക്കരുത്, അതിനെ ഓർത്ത് സന്തോഷിക്കുക. അതൊരു വലിയ പദവിയാണ്, അതൊരു ആദരവ് നിറഞ്ഞ പദവിയാണ്, ശ്രേഷ്ഠമേറിയ പദവിയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അപ്പം ദൈവം ഭരണം നടത്തുവാണെങ്കിൽ ആദ്യത്തെ പദം എന്നറിയാം, ദൈവം ഇവരെ അങ്ങ് എടുക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വെറുതെ ഇരിക്കുന്നുണ്ട് നമ്മളതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം. നമ്മളാരാണ്, നമ്മുടെ പദവിയാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് കർത്താവ് തന്ന പദവി. ഹല്ലേലൂയ. ഓക്കെ, ഒന്ന്, കർത്താവ് നമ്മെ ഒരു പദവിയാണ്, യുണീക്ക് നേഷൻ ഇസ്രായേലിനെ. രണ്ട്, കർത്താവിന് സ്തോത്രം, ദൈവം പറയുന്നത് ഗോഡ് ആസ് എ കിങ് ഓഫ് ഇസ്രായേൽ, ദൈവം ഇവരുടെ രാജാവ്. കർത്താവിന് സ്തോത്രം, ദൈവം അവരുടെ രാജാവ്. അതായിരുന്നു അവരുടെ രണ്ടാമത്തെ പദവി, സ്തോത്രം, ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഇവരുടെ രാജാവായ ഈ ജനത്തിന് വിചാരിച്ചെന്നറിയാം, ഒന്ന് ഞാൻ പറയൂ, ജനം കാഷ്വലായിട്ട് എടുത്തു. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് ശരിക്ക് മനസ്സിലായില്ല. രണ്ടാമത്, കർത്താവിന് സ്തോത്രം, അവർക്ക് മനസ്സിലാകാത്തൊരു പദം പറ്റിയതെന്തറിയോ, ദൈവം അവരുടെ രാജാവാണ്. കാരണം അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കറിയാം, ഇവർക്കിതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ദൈവം എന്താണ് രാജാവെന്ന് പറയുമ്പോൾ ഇവർ വിചാരിച്ചെന്നറിയാമോ, മറ്റുള്ള നേഷൻസോട് കമ്പയർ ചെയ്തു. മറ്റുള്ള ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, കുറച്ചങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, എന്തോ പറയും, ഞാൻ പറയാറുണ്ട്, ഇവർ എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഏതാ, മറ്റ് രാജ്യങ്ങളുമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു? ഈജിപ്തിൽ, മിസ്രൈമിൽ അടിമകളായി. പിന്നെ ഈ മരുഭൂമിയിലേക്ക് വന്നു, മറ്റ് രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും കണ്ടിട്ടില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, മറ്റ് രാജ്യങ്ങളെ കാണാൻ തുടങ്ങി. യുദ്ധം വന്നപ്പോൾ മറ്റ് രാജ്യങ്ങളെ, അപ്പം നോക്കിയപ്പോൾ അവർ മറ്റ് രാജ്യങ്ങൾ വന്നപ്പോൾ, യുദ്ധത്തിന് വന്നപ്പോൾ എങ്ങനെ വന്നേ, രാജാക്കന്മാരുടെ നേതൃത്വത്തിലാണ് വന്നേ, രാജാക്കന്മാരാണ് അവർക്ക് മുമ്പായിട്ട് പോകുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സുഖമില്ല, അതെന്താ പരിപാടിയാണ് ഇത്? കാരണം നമുക്ക് മാത്രം ഒരു രാജാവ് ഇല്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത. അപ്പം അങ്ങനെയുള്ള, പക്ഷെ ഇവർക്ക് ഈ ദൈവം രാജാവെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് അവർ കഴിഞ്ഞില്ല. ദൈവത്തിന് നന്നായിട്ടറിയാം, ഒരു മാനുഷിക രാജാവ് വന്നാലും പ്രശ്നമാകും. 8:9 ഒന്ന് വായിക്കും. 8:9, 1 ശമൂവേൽ 8:9, 1 ശമൂവേൽ 8:9. ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കാം, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിൻ്റെ ന്യായം അവരോട് അറിയിക്കണം. കർത്താവ് പറയുകയാണ്, ഈ ശമൂവേലിനോട് പറയുകയാണ്, നീ അവർ പറയുന്നതൊക്കെ കേൾക്കുക. അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ വേണം, അത് കേട്ടോ. പക്ഷെ ഒരു കാര്യം നീ മറന്നു പോകരുത്, അവരോട് ഘനമായിട്ട് ഒരു കാര്യം പറയണം. ഈ രാജഭരണത്തിലേക്ക് പോയാൽ, ദൈവിക ഭരണത്തിൽ നിന്നും രാജഭരണത്തിലേക്ക്, ദൈവിക ഭരണത്തിൽ നിന്നും മാനുഷിക ഭരണത്തിലേക്ക് പോയാൽ എന്താണ് അതിൻ്റെ അനന്തരഫലമെന്ന് കുറച്ച് കാര്യമൊന്ന് പറഞ്ഞു കൊടുക്കണം. രാജാവ് എന്ത് ചെയ്യും എന്നുള്ളത് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. വാൺ ചെയ്യണമെന്നാണ് പറഞ്ഞത്. വാൺ ചെയ്യണം, നിങ്ങൾ കണ്ടത് മുന്നറിയിപ്പണമെന്ന്. അതിനകത്ത് മലയാളത്തിൽ അത്രയില്ല, അവരോട് അറിയിക്കണമെന്ന് ഇച്ചിരി ലഘുവായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, യു ഷാൽ സോളംലി വാണ്ടം, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. ദൈവഭരണത്തിൽ നിന്ന് രാജഭരണത്തിലേക്ക് മാറിയാലുള്ള തിക്തഫലം എന്താണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ, അങ്ങനെ അവർ നോക്കിയപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയതുപോലെ തോന്നി. അങ്ങനെയാണ് അവർക്കൊരു രാജാവിനെ. ഇവർക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം പറയട്ടെ, ഇവർക്കത് മനസ്സിലായില്ല. ദൈവം രാജാവായതുകൊണ്ടാണ് മറ്റ് രാഷ്ട്രങ്ങളിൽ പലതും ഇസ്രായേലിനെ തൊടാഞ്ഞത് അവർക്ക് മനസ്സിലായില്ലേലും മറ്റു നമുക്കറിയില്ല, ഒരുപാട് വാക്കുകൾ എഴുതിയിരിക്കുന്നു. അവർ കേട്ടു. സ്തോത്രം, നിങ്ങൾ ഓഗിനോട് ചെയ്തത്, നിങ്ങൾ ഇന്ന രാജാക്കന്മാരോട് ചെയ്തത്. ബൈബിൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവം എങ്ങനെയാണ് മിസ്രൈമിൽ നിങ്ങളെ പുറപ്പെടുവിച്ചത്. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ വിറച്ചുപോയെന്നാണ്. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ മനസ്സിലായി, ഇവരുടെ രാജാവ് ദൈവമാണ്, യഹോവയായ ദൈവമാണ് ഇവരുടെ രാജാവെന്ന് മനസ്സിലായതുകൊണ്ട് ഇവരെ തൊടുവാൻ രാഷ്ട്രങ്ങൾ ഭയപ്പെട്ടു, ഇവരെ തൊടുവാൻ രാജാക്കന്മാർ ഭയപ്പെട്ടു, ഇവരെ തൊടുവാൻ അന്ധകാര ശക്തികൾ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ബിലെയാമെന്നുള്ള പ്രവാചകൻ പറഞ്ഞു, ഇവർ തനിയെ പാർക്കുന്ന ജനമാണ്, മറ്റുള്ളവരോട് ഇവർ മിങ്കിളിയപ്പെട്ടിട്ടില്ല, ഇവർക്ക് രാജാവില്ല. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ മധ്യത്തിലുണ്ട്. അവൻ ഹല്ലേലൂയ ഒരു വൈൽഡ് ഡോഗ്സ് ആണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ
എന്താ പറഞ്ഞത്? വയലിലായി കാളയെ പോലെയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നു, കാരണം രാജാവ് അവരുടെ മധ്യത്തിൽ വസിക്കുന്നു. എനിക്ക് സമയമില്ലല്ലോ, ഇല്ലെങ്കിൽ നമ്പേഴ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ മധ്യത്തിൽ ഒരു രാജാവുണ്ട്. അതുകൊണ്ട് രാജകോലാഹലം അവരുടെ മധ്യത്തിലുണ്ട്. മാനുഷിക കണ്ണുകൾ കൊണ്ട് ഒരു രാജാവിനെ കാണുവാൻ കഴിയത്തില്ലെങ്കിലും അവരുടെ ഇടയിൽ നടക്കുന്ന രാജകോലാഹലത്തിൽ നിന്ന് മനസ്സിലാകും ഇവരെ ഭരിക്കുന്നത് ഒരു രാജാതി രാജാവാണ്. അതുകൊണ്ട് അവരെ തുടരുത്. അതാ ബിലെയാം പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ അറിയത്തില്ല നിന്നെ ഭരിക്കുന്ന ആരാണെന്നും ആരുടെ ഭരണത്തിന് കീഴിലാണ് നീ ആരാണെന്നും നീ ആയിരിക്കും അറിയത്തില്ലെങ്കിലും, നീ കാണുന്നില്ലെങ്കിലും, ഹല്ലേലൂയ, അന്ധകാര മണ്ഡലങ്ങൾ, ദുഷ്ടാത്മസേനകൾ കാണുന്നുണ്ട്. നീ നിത്യരാജാവിന്റെ ഭരണത്തിന് കീഴിലാണ്. അവന്റെ പെർമിഷൻ ഇല്ലാതെ നിന്നെ തൊടുവാൻ കഴിയത്തില്ലെന്ന് നീ ഞാനും വിചാരിക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടും ബലം കൊണ്ടും കഴിവ് കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ മസിൽ പവർ കൊണ്ടും നമ്മുടെ ജിമ്മിൽ ബിൽഡപ്പ് ചെയ്ത ബോഡി ബിൽഡപ്പ് കൊണ്ടും അല്ലെങ്കിൽ ഭാഷയുടെ ബഹുത്വം കൊണ്ടും നോ 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 മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പരിശുദ്ധാത്മാവ് പറയും നമ്മളോട് എല്ലാവരോടും, നിഗളിക്കരുത്. ഹല്ലേലൂയ. നീ അറിയാതെ ശത്രു ഭയപ്പെടുന്നുണ്ട് നിന്നെ അല്ല ഭയപ്പെടുന്നത്, നിന്റെ കഴിവിലല്ല ഭയപ്പെടുന്നത്, നിന്റെ പ്രാർത്ഥനയിലല്ല ഭയപ്പെടുന്നത്, നിന്റെ ഉപവാസത്തിലുമല്ല. പക്ഷേ നിന്റെ മുകളിൽ ഒരു ഉടമസ്ഥനുണ്ട്, നിന്റെ മുകളിൽ ഒരു രാജാവുണ്ട്. നിന്നെ തൊട്ടാൽ ചോദിക്കുവാൻ ഒരു രാജാവുണ്ട്. അവന്റെ പെർമിഷൻ ഇല്ലാതെ അന്ധകാര ശക്തി നിന്നെയോ നിനക്കുള്ളതിനെ തൊട്ടാൽ, ഹല്ലേലൂയ, വിവരം അറിയുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നിന്നെ എന്നെ തൊടാതെ മുൻപോട്ട് പോകുന്നു. നാം ദയയോട്, കർത്താവിൻ്റെ ദയയിൽ ആശ്രയിച്ച് ഭക്തിയോടെ ഭയത്തോടെ നന്ദിയോടെ കർത്താവിനെ സേവിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ഐ ബിലീവ് ദാറ്റ് ദർ ഈസ് എ 3-dimensional പ്രൊട്ടക്ഷൻ ടു ഗോഡ്സ് പീപ്പിൾ. ഒരു ദൈവത്തിൻ്റെ ജനത്തിന് കർത്താവ് ഒരു 3-dimensional പ്രൊട്ടക്ഷനാണ്, ത്രിവിധ ഹല്ലേലൂയ പ്രൊട്ടക്ഷനാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ അനുഭവിക്കുന്നത്. ഇയ്യോബിൻ്റെ കഥ ഞാൻ ഓർക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യ പുസ്തകമായി ബൈബിളിലുള്ളത്, ഞാൻ പറഞ്ഞത് സ്വന്തം ഓർഡറിലല്ല, എഴുതപ്പെട്ട ആദ്യ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമായത് പരിശുദ്ധാത്മാവ് എങ്ങനെ ഒരു മനുഷ്യൻ ഭക്തിയോടെ ജീവിക്കണമെന്നും ഒരു ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ വെല്ലുവിളികൾ വരുമെന്നും വരാൻ സാധ്യതയുണ്ടെന്നും, എന്നാൽ എങ്ങനെ ഭക്തിയോടെ ഒരു ദൈവ പൈതൽ ജീവിക്കണമെന്നും ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇയ്യോബിൻ്റെ പുസ്തകം പരിശുദ്ധാത്മാവ് ആദ്യം എഴുതിയത്. കർത്താവിന് സ്തോത്രം. ഇയ്യോബ് എന്ന ഭക്തനെ നമ്മുടെ മുമ്പാകെ പരിശുദ്ധമാവ് വരച്ചു കാട്ടിയെന്നറിയാമോ? അത് കർത്താവ് കേവലം ഇയ്യോബിന് മാത്രമല്ല 3-dimensional പ്രൊട്ടക്ഷൻ, ഇയ്യോബിനും അവൻ്റെ കുടുംബത്തിനും അവനുള്ളതിന് ചുറ്റും എന്നതുപോലെ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവഭക്തനായ ഹല്ലേലൂയ പ്രിയ പൈതലേ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വീണ്ടും നിനക്ക് ഉറപ്പ് തരുന്നു, നിനക്ക് ചുറ്റും നീ അറിയാതെ ഒരു ദൈവിക സംരക്ഷണമുണ്ട്. ഇയ്യോബ് അതറിഞ്ഞില്ല, പക്ഷേ ഹല്ലേലൂയ ദുഷ്ടാത്മ ശത്രു അറിഞ്ഞു, സാത്താൻ തിരിച്ചറിഞ്ഞു. ദൈവത്തോട് ആരോ ചോദിക്കാതെ ഹല്ലേലൂയ അവനുള്ളതിനെ ഒന്നും തൊടുവാൻ കഴിഞ്ഞില്ല. നിന്റെ കുടുംബത്തെ, നിനക്ക് ചുറ്റുമുള്ളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവിക സംരക്ഷണമുണ്ട്. ഇന്ന് പൽക്കാലം നീ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇവിടേക്ക് പഠനത്തിന് വേണ്ടി റിമല ശംദുര റിയബ്ധിയ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ലിമന ശബ്ദയാലവ ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നിന്നെ നീ ഭയപ്പെടുന്ന നിന്റെ ഭയത്തെ പരിശുദ്ധമാവ് ഈ പൽക്കാലം ദൂരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ നാളുകളെ ഓർത്ത് നീ വറിയുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ചുറ്റും ഒരു വലയമുണ്ട്. ആ വലയം ഭേദിക്കുവാൻ ദുഷ്ടൻ പരിശ്രമിക്കുമ്പോൾ അനുവദിക്കരുത്.
ദൈവിക പെർമിഷൻ ഇല്ലാതെ നിന്നെ തൊടുകയില്ല. എന്നാൽ നീ ഹല്ലേലൂയ സൂക്ഷിക്കണം. നിന്റെ തീരുമാനങ്ങൾ, നിന്റെ ബന്ധങ്ങൾ, നിന്റെ കൂട്ടുകെട്ടുകൾ, നിന്റെ ജീവിത രീതികൾ നീ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, എന്നാൽ മറ്റൊന്നും നിന്നെ തൊടുവാൻ കഴിയത്തില്ല കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ. കർത്താവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ദൈവത്തിൻ്റെ പൈതലിനെ, അവൻ്റെ കുടുംബത്തെ. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ട കുടുംബങ്ങളെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതം വളരെ സൂക്ഷ്മതയോടെ കഴിക്കണം. കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുവാൻ ഹല്ലേലൂയ വരുന്ന ഇൻഡിക്കേഷൻ തിരിച്ചറിയണം. പലപ്പോഴും സംഭവിക്കാൻ എനിക്കറിയാം, ഭാര്യയും ഭർത്താവും ഒരേ ആത്മീയ നിലയിലല്ല. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സഹോദരിമാരെ, എൻ്റെ ഹല്ലേലൂയ ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് ഇന്ന് രാവിലെ കേട്ടതുപോലെ എനിക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നിലവാരം ഒരുപോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ ആയിരിക്കാം ആത്മീയ വിഷയത്തിൽ കുറച്ചുകൂടെ കണ്ണു തുറന്നിരിക്കുന്നത്, ചിലപ്പോൾ ഭാര്യയുടെ ആയിരിക്കാം. എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും കല്യാണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിദ്യാഭ്യാസം വിട്, സൗന്ദര്യം വിട്, സമ്പത്ത് വിട്, അതൊക്കെ രണ്ടാം സ്ഥലത്തേക്ക് കൊടുക്കുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളിയുടെയും ആത്മീയ നിലവാരം ഒരേ തലത്തിലായിരിക്കണം. ഇന്ന് പലക്കാലം പറയട്ടെ, രണ്ട് തലത്തിൽ ആ ഭാര്യയും ഭർത്താവുമായാൽ വിങ്ങുന്ന, വീർപ്പുമുട്ടുന്ന, തകർച്ചയ്ക്ക് നയിക്കപ്പെടുന്ന, നരകതുല്യമായ ജീവിതം നയിക്കുന്ന വിശ്വാസി കുടുംബങ്ങളുണ്ട്. മറന്നു പോകരുത്. ഈ പലക്കാലം മാതാക്കളെ, പിതാക്കളെ, കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്തോത്രം അവർക്ക് വേണ്ടി തക്കതുണയെ നിങ്ങൾ തേടുമ്പോൾ അവിടെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി, അവിടെ സമ്പത്തിനേക്കാൾ ഉപരി, അവരുടെ ഹല്ലേലൂയ സൗന്ദര്യത്തെക്കാൾ ഉപരി ആത്മീയ നിലവാരത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതിന് ഒരേ തലത്തിലായില്ലെങ്കിൽ പരാജയപ്പെടും. ഒരേ തലത്തിലായില്ലെങ്കിൽ ഹല്ലേലൂയ സാരമില്ലെന്നേ. ഇന്ന് വലക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, സാരമില്ലെന്നേ. പ്രൊഫഷൻ വിടുന്നേ, പ്രൊഫഷത്തിന് മുൻതൂക്കം കൊടുക്കരുത്. സ്വത്രം ഞാൻ പറയട്ടെ, നിന്റെ സെയിം പ്രൊഫഷനാണ് നീ വരുന്നെങ്കിൽ, നിന്റെ സെയിം ആത്മീയ നിലവാരമില്ലെങ്കിൽ നീ പരാജയപ്പെടും. മറന്നു പോകരുത്. സെയിം പ്രൊഫഷൻ കിട്ടും, നിനക്ക് സമ്പത്ത് കിട്ടും, ആ നിമിഷങ്ങൾക്കുള്ളിൽ കുമിള പൊട്ടുന്നതുപോലെ പൊട്ടിപ്പോകും. ഹല്ലേലൂയ. നിന്നെക്കാൾ ഇച്ചിരി പ്രൊഫഷൻ കുറഞ്ഞോട്ട് സാരമില്ല, നിന്നെക്കാൾ സമ്പത്ത് ഇച്ചിരി കുറഞ്ഞോട്ട് സാരമില്ല, നിന്നെക്കാൾ സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞോട്ട് സാരമില്ല, നിന്നെക്കാൾ വീടിൻ്റെ മഹത്വം ഇച്ചിരി കുറഞ്ഞോട്ട് സാരമില്ല. പക്ഷെ നിനക്ക് വരാൻ പോകുന്ന ജീവിത പങ്കാളി നിന്നോടൊപ്പം തന്നെ ആത്മീയ നിലവാരത്തിൽ അല്ല, നിന്നെക്കാൾ അല്പം കൂടെ ആത്മീയ നിലവാരത്തിലുള്ള ഒരു ജീവിത പങ്കാളിയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ജീവിതം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ നരകതുല്യ ജീവൻ നയിക്കുന്നവരെ ഓർത്ത് സഹതപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരേ ആത്മീയ നിലവാരത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഞാനവിടെ പറഞ്ഞു നിർത്തട്ടെ, സമയം പോയല്ലോ. ഹല്ലേലൂയ. ഈ ഫാമിലിയിൽ ഏറ്റവും പിശാച് നോക്കുക. പിശാച് ആദ്യം നോക്കുന്നത് ഇൻഡിവിജ്വൽസിനെ തൊടാൻ നോക്കും. പറ്റുന്നില്ല കാണുമ്പോൾ ഫാമിലി ജീവിതത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് പറയുമ്പോൾ എനിക്ക് അറിയാം, തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ ജെനുവിൻ റീസൺ നിമിത്തം തകർന്ന് എത്ര പോരെ. റീസൺ ഇതാണ്, ആത്മീയ കാഴ്ചപ്പാടിൽ. എനിക്ക് പലപ്പോഴും ഓർക്കണം, ദൈവം പെന്തക്കോസ് കുടുംബങ്ങളിൽ എന്താണ് ഈ തകർച്ചയുടെ കാരണം, എന്താണ് പ്രശ്നത്തിൻ്റെ കാരണം? ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും നമ്പർ 1 കാരണം ഇതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾക്കറിയാം, ഞങ്ങൾ പാസ്റ്റേഴ്സ് എത്രയോ പേരെ, 100 കണക്കിന് ഫാമിലീസിനെ കൗൺസിൽ ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും നമ്മുടെ ചർച്ചിലെ മാത്രമോ ഫാമിലീസ്? നോ. സ്വന്തം ഇറസ്പെക്റ്റീവ് ലാംഗ്വേജ്, ഇറസ്പെക്റ്റീവ് റിലീജിയൻ അല്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കൊരു ഹിന്ദു ഫാമിലി, കർത്താവിന് സ്തോത്രം, ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ഹിന്ദു ഫാമിലി അവർ കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വരാറുണ്ട്. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം ഞാൻ അതൊക്കെ വേറെ കാറ്റഗറിയാണല്ലോ. കർത്താവിന് സ്തോത്രം. വിശ്വാസികളുള്ള ബന്ധത്തിൽ പറയുകയാണ്, വിശ്വാസികളുള്ള ബന്ധത്തിലെ കുടുംബത്തിലെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ കാരണം നമ്പർ 1 ഇതാണ്. അതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാമോ? ആത്മീയ നിലവാരം ഒരേ തലത്തിലേക്ക്. സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാര്യ നിങ്ങളെക്കാളും ആത്മീയമായിട്ട് നിങ്ങൾ തോന്നിയാണ് അല്പം കൂടെ പ്രാർത്ഥിക്കുന്നു, ഉപസിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയ വിഷയത്തിൽ നിങ്ങളെക്കാളും കാഴ്ചപ്പാട് ലഭിച്ചെങ്കിൽ അവരെ കളിയാക്കരുത്. അവർ ഉപസിക്കുന്നുവെങ്കിൽ, അവർ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്തോത്രം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. സംഭവിക്കുന്നറിയാം, ഞാൻ പറയാം, സംഭവിക്കുന്ന എപ്പോഴെന്നറിയാമോ? ഇപ്പോൾ കർത്താവിന് സ്തോത്രം, ഒരാളിപ്പം ഉപസിക്കുന്ന ആളാന്നിരിക്കട്ടെ, സ്തോത്രം അച്ഛനോട് പ്രാർത്ഥിക്കുന്നതായിരിക്കട്ടെ, ആളുടെ ജീവിതത്തിലൊരു സ്തോത്രം ഒരു ചെറിയ പ്രശ്നം എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പറഞ്ഞ
വാക്കിച്ചിട്ട് കൂടിപ്പോയി, അല്ലെ ഇച്ചിരി ദേഷ്യപ്പെട്ടു, ഇടി നീ വല്ലേ അന്യഭാഷ, ഇതുകൊണ്ടാണ് എനിക്ക് അന്യഭാഷ വേണ്ടാത്തത്. ഞാൻ പറയും മനസ്സിലായോ? ഇത് സ്ഥിരം കമൻ്റാണ്, എനിക്കറിയാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആത്മീയ കാഴ്ചപ്പാട് പ്രാപിച്ചവരങ്ങനെ പറയത്തില്ല. ആത്മീയ കാഴ്ചപ്പാട് ശരിക്കുള്ളവരാണെങ്കിൽ പറയത്തില്ല. കർത്താവിന് സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും അന്യോന്യം ജഡ്ജീവൻ കർത്താവ് അനുവാദം തന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പാകെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടവരാണ്. ഞാനും ജോയ്സിന് ഒരു കാര്യങ്ങളിലും എക്സ്ക്യൂസ് എനിക്ക് ജോയ്സ് മൊത്തം എന്ന് പറയും ദൈവം മുമ്പാകെ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പാകെ പറയാം കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവം മുമ്പാകെ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ഒരേ തലത്തിൽ വരുവാൻ ശ്രമിക്കണം, ഒരുമിച്ച് ശ്രമിക്കണം. അപ്പനും ശ്രദ്ധിക്കുക, അടുത്തും കൂടെ അപ്പന്മാരെ മമ്മിമാരെ ശ്രമിക്കുക. പപ്പായും മമ്മിയും ഒരേ ആത്മീയ നിലവാരത്തിലെത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആത്മീയ ഉയർച്ച പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പനും അമ്മയും ഒരേ ആത്മീയ നിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളും ആ തലത്തിലേക്ക് വരികയുള്ളൂ. അപ്പനും അമ്മയും ഒരേ ആത്മീയ തലത്തിലില്ലാതെ കുഞ്ഞുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രാർത്ഥന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു കാരണവശാലും ദൈവം ഒരു ഞാൻ പറഞ്ഞ ആ ദൂതിലേക്ക് വരട്ടെ. ദൈവം ഒരു ഫെൻസിങ് വെച്ചേക്കാണ്, ദൈവം ഒരു വേലി കെട്ടിവെച്ചേക്കാണ്. പക്ഷെ നീയായിട്ടത് പൊളിക്കാൻ ശ്രമിക്കരുത്. നീയായിട്ട് നിൻ്റെ വാക്കുകൾ കൊണ്ട്, നിൻ്റെ അനവസരത്തിലുള്ള അനാവശ്യ കമൻറ്റ് കൊണ്ട്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, അനവസരത്തിലുള്ള അനാവശ്യ കമൻറ്റ് കൊണ്ട് ഒരു ദൈവ പൈതൽ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരു ദൈവ പൈതൽ എന്ന രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് നിങ്ങൾക്കും കൺട്രോൾ ചെയ്യേണ്ട വിഷയങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്തതിലൂടെ അറിഞ്ഞോ അറിയാതെയോ കുടുംബജീവിതത്തിലേക്ക് ഒരു വിള്ളൽ, ആ വേലിയിലുള്ള വിള്ളൽ, അതിലൂടെ അവൻ നോക്കിയാണ് കടന്നു കയറുവാൻ. ഹല്ലേലൂയ. ഇയ്യോബിൻ്റെ ഭാര്യയെ നമുക്കധികം കുറ്റം പറയാൻ പറ്റത്തില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങളും ഞാനും പറയത്തില്ലേ? ഹല്ലേലൂയ. അത്രയില്ലെങ്കിലും അത്ര നമ്മളാ പറയുന്ന ഗ്രേഡില്ലെന്ന്, നമ്മളെ വാക്കുപയോഗിച്ചതിലും കർത്താവിനെ അറിയാം. ഭക്തി കൂടിയിട്ട് എന്ത് കാര്യം, ഉപവസിച്ചിട്ട് എന്ത് കാര്യം? പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിവെങ്കിൽ ആരെയെങ്കിലും വൃതന്മാരെ കൂടെ തട്ടി തകർക്കുവാനായിട്ട് നോക്കുന്ന ദുഷ്ടപിശാചിൻ്റെ കണ്ണിന് അതെല്ലാം, അവൻ്റെ കണ്ണ് ഷാർപ്പാണ്. ശ്രദ്ധിക്കുക, പിശാചിൻ്റെ കണ്ണ് ഷാർപ്പാണ്. എഴുതിയിരിക്കുന്ന ബൈബിളിൽ എങ്ങനെയാണ്? ആ പദങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കണം. ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നല്ലേ, അവൻ്റെ കണ്ണെല്ലായിടമുണ്ട്. രണ്ടുപേരുടെ കണ്ണാണ് എല്ലായിടമുള്ളത്. ഒന്ന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ, അവൻ്റെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് അവൻ്റെ കണ്ണ് സഞ്ചരിക്കുന്നത്? ആര് തന്നെ താഴ്ത്തും എന്ന് നോക്കിക്കൊണ്ട്. അതാണ് ബൈബിൾ പറയുന്നത്. ആര് തന്നെ താഴ്ത്തുമെന്ന് നോക്കിക്കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണൂടാടുമ്പോൾ ആര് തങ്ങളെ തന്നെ ഉയർത്തുന്നു, ആര് തങ്ങളെ തന്നെ സ്തോത്രം എനിക്കൊരു അവസരം തരുമോ എന്ന് നോക്കി ദുഷ്ടപിശാചും ഈ രണ്ട് കണ്ണുകളും ഇതിൻ്റെ മധ്യത്തിൽ നീ കാണാത്തത് അവൻ കാണും. നീ ഒരു പക്ഷേ വിള്ളൽ കണ്ടെന്നിരിക്കത്തില്ല, അവൻ കാണും. ഹല്ലേലൂയ. അവൻ്റെ സ്കാനിനകത്തിൽ സ്തോത്രം മറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് കർത്താവിന് അത് മാത്രമല്ല, നിനക്കുള്ളതിന് ചുറ്റും എനിക്കും നിങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, നമുക്കുള്ള സർഗത്തെയും ചുറ്റും അവൻ്റെ കണ്ണുണ്ട്. അവൻ്റെ ഹല്ലേലൂയ വലയം ചുറ്റുമുണ്ട്, അവൻ്റെ വേലി ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. അത് പൊളിക്കുവാൻ അനുവദിക്കരുത്, അത് പൊളിക്കുവാൻ ശ്രമിക്കരുത്. അത് കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവികമല്ലാത്തതും ആത്മീയമല്ലാത്തതുമായ ജീവിത രീതിയിലൂടെയും ആത്മീയമല്ലാത്ത വാക്കുകളിലൂടെയും ആറ്റിറ്റ്യൂഡുകളിലൂടെയും സമീപനത്തിലൂടെയും അത് പൊളിപ്പാൻ, അതിൽ കയറുവാൻ ദുഷ്ടനായ പിശാചിനെ അനുവദിക്കരുത്. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. എനിക്കറിയാം മെസ്സേജിലേക്ക് വന്നില്ല. കർത്താവിനെ വെച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ ഉണക്കുക, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നിൻ്റെ ഭരണത്തിന് കീഴിൽ എന്നെ ആക്കിയിരിക്കുമ്പോൾ കർത്താവേ, ദൈവാധിപത്യത്തിൽ നിന്നും മാറിപ്പോകുവാനിടയാകരുത്. ഹല്ലേലൂയ. ദൈവാധിപത്യത്തിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തമാണ്.